ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിന് റെസിപ്പി കാണാം കേട്ടോ. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ചിലത് ഉണ്ടാക്കുമ്പോൾ ഇതിനി ഫ്ലോപ്പായി പോവോ നന്നാവോ എന്താ അവസ്ഥ എന്നറിയാത്ത ചില ഐറ്റംസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്കാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലിട്ട് പോകാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒരു 2 കറക്കൊന്ന് കറക്കിയിട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ മാത്രം മതി. ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ആട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളെ മാവ് നല്ല ലൂസായിട്ട് റെഡിയാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൂസാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ. അപ്പോൾ ചില അരിപ്പൊടിക്കൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ആവശ്യം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാക്കിയാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതിനങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ അരിയൊക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങ ഉണ്ടല്ലോ, അതാട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു മാവിൻ്റെ ചൂടിൽ തന്നെ നമ്മൾ ആ ഒരു തേങ്ങയ്ക്ക് ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാട്ടോ. തരിയില്ല റവ. അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ആവശ്യമുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറംഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ റവയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഒന്നുകൂടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ചൂടോട് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ചൂടാറാൻ വേണ്ടി കാത്തിക്കാനേ പാടില്ല. സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. കൈ വെച്ച് ചെയ്യണമെന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. നമ്മൾ കുറച്ച് മാവ് ലൂസായിട്ട് റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു മാവ് ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. നല്ല ലൂസായിട്ട് തന്നെ വേണം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ കുഴിച്ചെടുക്കുന്ന ആ ഒരു പാകത്തിനാകരുത്. അതിനേക്കാളും ഒന്ന് ലൂസായിട്ട് ഈ ഒരു പാകത്തിന് വേണേൽ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അത് ഒന്നുകൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു തേങ്ങയുടെ വറവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട്. അതിന് കൂടി തന്നെ ഞാനിപ്പം നമ്മൾ 1/2 കപ്പോളം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വറുത്തരച്ച് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാകത്തിന് ഇതുപോലെ നന്നായിട്ട് തേങ്ങ വറുത്തെടുത്തിട്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമുക്ക് ഒരു ഏലക്കായൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർക്കുക. അല്ല ഇനി അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളൊരു മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരേണ്ട സമയമൊന്നും വേണ്ട കേട്ടോ. മെൽറ്റായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതും കൂടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെല്ലമോ ശർക്കരയോ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയ്ക്ക് ചൂടായി അലിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമിങ് ഓഫാക്കി കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ മിക്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം നിന്നാക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു മാവ് കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇനി കയ്യിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങയുടെ മിക്സും വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഉരുട്ടി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് ഈ ഒരു പാകത്തിനൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണേ. ചൂടാക്കി എടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് കളറൊന്ന് മാറി വന്നാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് കളർന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ട് വേണം അത്രത്തോളം സമയം നമുക്ക് വെക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടാട്ടോ കിട്ടാൻ. ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ. അപ്പോൾ ഫ്ലെയിം വെക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടൂല. നമ്മൾ ഒരുപാട് സമയം ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വാട്ടിയെടുത്ത പൊടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുമെന്നില്ല. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. എന്നാലും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് കളർ ഇതുപോലൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഐറ്റാണ് ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.